Hello everyone, Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാപ്പ ഇന്ന് നാട്ടിലെത്താൻ പോവാണ്. സോ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടൈം 11 മണിയായി, രാത്രി 11 മണിയായി. വാപ്പ 3 മണിക്കാണ് ലാൻഡ് ചെയ്യണത്. അത് കോഴിക്കോടല്ല, കൊച്ചിയിലാണ് വാപ്പ വന്നിറങ്ങണത്. സോ അതുകൊണ്ട് കുറച്ചധികം ട്രാവൽ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോവാണ്. 3 മണിക്ക് ഇറങ്ങുകൊണ്ട് നമ്മളൊരു 11:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങാനാണ് പ്ലാന്. അപ്പോൾ ഇപ്പോൾ റെഡി ആവാൻ നിൽക്കുകയാണ്, എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പെട്ടെന്ന് ഇൻട്രോ എടുത്തിട്ട് നമുക്ക് വേഗം മാറ്റാന്നുള്ള രീതിയിൽ ഞാൻ പോകുന്ന ഇൻട്രോ എടുത്തതാണ്. വാപ്പ നിൽക്കുന്നത് ദുബായിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. വാപ്പ നിൽക്കുന്നിടത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഫ്ലൈറ്റ് കിട്ടിയപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ വാപ്പ, പിന്നെ കല്യാണമാണല്ലോ കാക്കൂൻ്റെ, അപ്പോൾ വാപ്പ വേഗം ടിക്കറ്റ് എടുത്ത് പോകുന്നതാണ്. കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു വരേണ്ടത്, പിന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് കുറച്ച് ലാഗായതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വഴിയെ പറയാം. അപ്പം ഇനി നമുക്ക് റെഡി ആയിട്ട് വേഗം എയർപോർട്ടിലോട്ട് പോകാം. എല്ലാവരും കയറി കടന്നുറങ്ങുന്ന ടൈമിലാണ് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് പിന്നെ തിരിച്ച് നമ്മൾ അവിടെ പോയി വീട്ടിലെത്തുമ്പോഴത്തേനും പുലർച്ചെ ആകുമല്ലോ. അപ്പോൾ അങ്ങനെ വലിയൊരു ഒരുങ്ങലൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ ഇട്ട് കണ്ണെഴുതി ഒന്ന് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ പേര് വീഡിയോ കണ്ടിട്ട് പലരും കണ്ണെഴുതുമ്പോൾ എക്സ്പ്രഷൻസൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. പക്ഷേ ഞാൻ കണ്ണെഴുതുമ്പോൾ ഞാൻ ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ്. എൻ്റെ മുഖത്ത് അങ്ങനെ എക്സ്പ്രഷൻസോ വായ അങ്ങനെ പൊളിക്കോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ ഞാൻ ഇതിനോട് ട്രെയിൻഡ് ആയതുകൊണ്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് യാതൊരു ലാഘവല്ലാതെ ഞാൻ ആ കണ്ണെഴുതും. അത് ഗേൾസിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല, അത് വലിയൊരു കഴിവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് നമ്മൾ റെഡിയായി. പിന്നെ ലിപ്സ്റ്റിക്കും കുറച്ചിട്ട് ഷാളൊക്കെ ഒന്ന് സെറ്റാക്കി ഓൾ സെറ്റ്. ഇനി നമ്മൾ നേരെ വണ്ടിയിൽ കയറാം, എയർപോർട്ടിലോട്ട് പോവാം, വാപ്പാനെ പിക്ക് ചെയ്യുക, തിരിച്ച് വീട്ടിലോട്ട് പോരുക, അത്രേ ഉള്ളൂ. ഇമ്മ പിന്നെ പതിവിലും നേരത്തെ മാറ്റി ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഒരു മഞ്ഞക്കിളിയായിട്ടാണ് ഉമ്മ വരുന്നത്. പിന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാപ്പ എവിടെ വാപ്പ എവിടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിനായിരിക്കും വാപ്പ വരിക, ഹൗസ് വാമിങ്ങിനല്ലാന്ന്. സോ കല്യാണത്തിന് കൂടാൻ കൂടി വേണ്ടിയിട്ടാണ് വാപ്പ വരുന്നത്. പിന്നെ നമ്മുടെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാപ്പ നേരിട്ട് നമ്മുടെ വീട് കണ്ടിട്ടുമില്ല. സോ അതിലൊക്കെ വാപ്പ വീടൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അറിയാൻ നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് വാപ്പ ഫോണിലൂടെ മാത്രമേ നമ്മുടെ വീടും കാര്യങ്ങളും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വാപ്പ എല്ലാം നേരിട്ട് കാണാൻ പോവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും പറയാറുള്ള കാര്യമാണ്, എനിക്ക് ഇമ്മാൻ്റെയും ചായ അല്ല വാപ്പാൻ്റെയും മുഖച്ചായ അല്ലാന്ന്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നു? എനിക്ക് ആരുടെയെങ്കിലും ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആരുടെയെങ്കിലും മുഖച്ചായ ഉണ്ടോ? കാക്കുനെ കാണാൻ ഇമ്മാനെ പോലെയും സുന്ദാതാനെ കാണാൻ വാപ്പാനെ പോലെ ഉണ്ടെന്നാണ് എല്ലാവരും പറയാറ്. പക്ഷേ ഇന്നെ കണ്ടാൽ ആരും ഒന്നും പറയാറില്ല. നിങ്ങളെങ്കിലും പറയൂ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, നമ്മൾ കൊച്ചിയിലേക്കാണല്ലോ പോണത്, അതുകൊണ്ട് കുറച്ച് നേരമുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് റോഡിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങോട്ട് അടയാൻ തുടങ്ങി, കാരണം ഉറക്കം വന്നിട്ട്. അങ്ങനെ ഉറക്കം ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് നല്ലൊരു സ്ട്രോങ് ടീയും പഴംപൊരിയും പറഞ്ഞു. പലരും ഇതിനെ ഏത്തക്കപ്പം അങ്ങനെ എന്തോ ആണ് പറയാൻ തോന്നുന്നു, നമ്മളിതിനെ പഴംപൊരി പറയും. പിന്നെ ചായയും കുടിച്ചിട്ട് നമ്മളൊന്ന് ഉഷാറായി. ആ ഗ്യാപ്പിൽ സ്വത്ത് ഉണരുകയും ചെയ്തു. പിന്നെ മൂപ്പര് ഉറങ്ങിയിട്ടില്ല. നമ്മളെല്ലാവരെയും കാണുന്നതിനേക്കാളിലും വാപ്പ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുക അഫ്കോഴ്സ് സ്വത്തുവിനെ കാണാനായിരിക്കും. ബിക്കോസ് സുന്ദാത്ത പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് വാപ്പ വീണ്ടും തിരിച്ച് ദുബായിലോട്ട് തന്നെ പോണത്. സോ ഓനെ വാപ്പ വീഡിയോ കോളിലല്ലാതെ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വാപ്പ എന്തായാലും എക്സൈറ്റഡ് ആയിരിക്കും, മിക്കവാറും ഓനെ കാണാനായിരിക്കും. വാപ്പ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുക ഓനെയാണ്, നമ്മളെ കാര്യമല്ല ഓനെയാണ് ചോദിക്കുക. സോ അഫ്കോഴ്സ് ഓനെ കാണാൻ വാപ്പ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എനിക്ക് തോന്നുന്നു ഞാൻ അത് സെക്കൻഡ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് എയർപോർട്ടിലോട്ട്, ഇവിടുത്തെ എയർപോർട്ടിലോട്ട്. ആദ്യം വാപ്പ ഫസ്റ്റ് ടൈമായിട്ട് പോയിട്ട് വരുമ്പോഴാണ് ഞാൻ ആദ്യം പോണത്, എൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. പൊതുവേ നമ്മളെപ്പോഴും കോഴിക്കോട് എയർപോർട്ടിലോട്ടാണ് പോകല്. പിന്നെ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി അറേബ്യൻ കൺട്രീസിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഇവിടുത്തെ എയർപോർട്ടിലോട്ടായതാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കണം. പിന്നെ വാപ്പ നിൽക്കുന്ന സ്ഥലത്ത് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വാപ്പ വേഗം ടിക്കറ്റ് എടുത്ത് നമ്മുടെ നാട്ടിലോട്ട് വന്നതാണ്. ബിക്കോസ് കാക്കൂൻ്റെ കല്യാണമാണ്. ഇനിയിപ്പോൾ നമ്മൾ കാക്കൂൻ്റെ കല്യാണത്തിന് വാപ്പാക്ക് കൂടാൻ പറ്റൂലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വാപ്പ പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതാ വരുന്നു എൻ്റെ ഡാഡി. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും, വാപ്പാനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ ഡാഡി.
ബട്ട് എയർപോർട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പോലെ ആയിരുന്നില്ല, തിരക്കേ ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫസ്റ്റ് പപ്പ വന്നത് നമ്മൾ നേരെ സ്വത്തൂനെയാണ് പപ്പാൻ്റെ അടുത്തുകൊണ്ടത്, കാരണം സ്വത്തുനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ അയാനുവിന് ആരെങ്കിലും പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടാൽ ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ആരുടെ അടുത്തേക്കും അങ്ങനെ പോകുമൊന്നുമില്ല. ആദ്യമൊക്കെ ഓനക്ക് കരച്ചിൽ വരുന്ന പോലെയൊക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ ഓക്കെ ആയി. ഒന്നിങ്ങോട്ട് പരിചയമായി ഒന്ന് സിങ്ക് ആയാൽ ഓൻ ഓക്കെയാണ്. പക്ഷെ പരിചയമില്ലാത്ത ഒറ്റ മനുഷ്യൻ്റെ അടുത്തേക്കും പോകില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ റെഡിയായി, വാപ്പാൻ്റെ അടുത്ത് പോകുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ചിനുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ഒരു 3 മണി 3:30 ആയപ്പോൾ തന്നെ വാപ്പ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ എയർപോർട്ടിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അധിക നേരം അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല. വേഗം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നല്ലൊരു ചായയും കുടിച്ചു. പിന്നെ ചായ പിന്നെ എത്ര കിട്ടിയാലും ഞാൻ കുടിക്കുമല്ലോ. ശരിക്കും വാപ്പാക്ക് ഇപ്പോഴല്ല, കുറച്ച് നേരത്തെ എത്താമായിരുന്നു നാട്ടിലോട്ട്. പക്ഷെ വാപ്പ ടിക്കറ്റ് എടുക്കാൻ പോണേൻ്റെ അടുത്ത ദിവസമായിരുന്നു ഫ്ലൈറ്റ്സ് ഒക്കെ ക്യാൻസൽ ആവണത്. ആ ന്യൂസ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷനായി. ഒരു 5-6 ദിവസമൊക്കെ, 5-6 ഒരു 7 ദിവസമൊക്കെ ടിക്കറ്റ് എടുക്കാൻ പറ്റാതെ. പിന്നെ പെട്ടെന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വേഗം ടിക്കറ്റ് എടുത്തു, നാട്ടിലോട്ട് എത്തി. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം നേരമൊക്കെ വെളുത്തു. നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമ്പോഴും എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴും കണ്ണ് ചിമ്മിയിട്ടില്ല, അതായത് തീരെ ഉറങ്ങിയിട്ടില്ല. എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഒന്നിങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ, അപ്പത്തിന് ഉണരും. പക്ഷെ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ തീരെ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര തലയൊക്കെ വേദനിക്കാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഒരു 2 hours എനിക്ക് ഉറങ്ങിയാൽ മതി, കുഴപ്പമില്ല, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഒട്ടും ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് മൈഗ്രെയിൻ വരും. ഒരുപാട് ഉറങ്ങിയാലും തീരെ ഉറങ്ങിയില്ലെങ്കിലും കുറേ സ്ട്രെസ് എടുത്താലും എനിക്കെൻ്റെ ഈ മൈഗ്രെയിൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏകദേശം നമ്മുടെ മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തി ഗൈസ്. ഇനി നേരെ പോയിട്ട് ഉറങ്ങണം. പക്ഷേ നമ്മുടെ വാപ്പ നമ്മുടെ വീട് നേരിട്ട് കാണുകയാണല്ലോ, ഫസ്റ്റ് ടൈം ആണല്ലോ. സോ ഞാൻ അത് വീഡിയോ എടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ആക്കിയില്ല. വാപ്പ പിന്നെ ഫോണിലൂടെയും അങ്ങനെ വീഡിയോ കോളിലും ഒക്കെ കണ്ടിട്ട് വാപ്പാക്ക് വലിയൊരു എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ പോയി ചുറ്റി കാണുന്നുണ്ടായിരുന്നു, എല്ലായിടത്തും പോയി നോക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ നോക്കി ചിരിക്കണമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെയും വാപ്പാൻ്റെയും ഒക്കെ കുറേ നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഈ വീട്. പിന്നെ വാപ്പ നമ്മളെ പോലെയല്ല, നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ കുഞ്ഞു കാര്യങ്ങളടക്കം വാപ്പ ശ്രദ്ധിക്കും. ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് എല്ലാതും ഭയങ്കര വീക്ഷിക്കുന്ന ആളാണ് വാപ്പ. അങ്ങനെ വീട്ടിലോട്ടൊക്കെ കയറി വാപ്പ എല്ലായിടത്തും ഇങ്ങനെ പോയി നോക്കിയായിരുന്നു. ആദ്യം ഹോളൊക്കെ ഒന്ന് നോക്കി, പിന്നെ ഡൈനിങ് ഏരിയ ഒന്ന് നോക്കി, പിന്നെ റൂമും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നേരെ വാപ്പ കിച്ചണിലോട്ടൊക്കെ ഒന്ന് പോയി. ഇനിയിപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് ഒരു 7 മണി 8 മണിയായിട്ടാണ് വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുള്ളത്. നമ്മൾ ഒരു പോളെ കണ്ണടക്കാത്തതുകൊണ്ട് ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ വാപ്പ അവിടെ കൂടെയൊക്കെ അങ്ങനെ വീക്ഷിക്കണ തിരക്കിലായിരുന്നു ആദ്യം. പിന്നെ അടുക്കളയിലും കാര്യങ്ങളിലോട്ടൊക്കെ പോയി നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലോട്ടൊക്കെ വന്ന് റൂമും കാര്യങ്ങളും ഒക്കെ വാപ്പ വന്ന് നോക്കുമായിരുന്നു. അങ്ങനെ വാപ്പ എല്ലായിടത്തും പോയി ചുറ്റി കണ്ടു. വാപ്പ കണ്ടു, ഹാപ്പി, നമ്മളും ഹാപ്പി, വാപ്പയും ഹാപ്പി, എല്ലാവരും ഹാപ്പി. പിന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഇതുവരെയായിട്ട് ഉറങ്ങിയിട്ടില്ല. ഒരു മനുഷ്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഉറക്കം എന്ന് പറയണത്. സോ നമ്മൾ എത്തിയതും നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇനി വേഗം പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഉറങ്ങണം, എൻ്റെ തലവേദന ഒന്ന് മാറ്റിയെടുക്കണം, അത്രേ ഉള്ളൂ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം. പിന്നെ വീഡിയോസൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വാപ്പ നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി ചറ പറയുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഇതാ ഓരെല്ലാവരും പോയി ഉറങ്ങിയിട്ടുണ്ട്, ഇനി ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാപ്പയൊക്കെ നാട്ടിലെത്തി, നമ്മളെല്ലാവരും ഹാപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.